കാരണം യൂറോ അവിടെ എടുക്കില്ല എന്നല്ല, എടുക്കും, പക്ഷെ നമ്മളെ അവർ തേച്ചൊട്ടിക്കും. ഭയങ്കര റേറ്റ് കുറച്ച് തരത്തുള്ളൂ. €1 എന്ന് പറഞ്ഞാൽ 318 ഹംഗേറിയൻ ഫോറിൻ്റെ ആണ് ഇന്നത്തെ വില അനുസരിച്ച്. ഇത് കണ്ട, ഇതല്ലേ നമുക്ക് കയറണ്ടേ അല്ലേ? ഏത് സ്റ്റോപ്പാണെന്ന് പറഞ്ഞ? 3. എന്താ സ്റ്റോപ്പിന്റെ പേരെന്ന് പറ. ഫ്രണ്ടിലത്തെ സാധനമൊക്കെ നോക്കി ഞാൻ കാണിച്ചു തരാം ഏതാ സ്റ്റോപ്പ് എന്നുള്ളത്. നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു ട്രാം എടുത്ത്, ഇതൊക്കെ പഴയ ട്രാമാണ്. ഇവിടെ റൺ ചെയ്യുന്ന പഴയ ട്രാം. ഇതിന് തന്നെ പുതിയ മോഡലും ഉണ്ട്. അതായിരിക്കണം മിക്കവാറും നമ്മളെ 74 നമ്പർ ട്രാം. അപ്പം അത് വരുമ്പോഴും കാണിച്ചു തരാൻ പറ്റും. ഇത് നമ്പർ 2 ആണ്. ഇതാണ് നേരത്തെ പറഞ്ഞ പുതിയ ട്രാം അല്ലേ? ഇത് പുതിയ മോഡൽ ട്രാമാണ്. നമ്മുടെ പഴയതാ. നമ്മളത് 71 പഴയതാ. ബാക്കിലേക്ക് കയറാനുള്ള വെപ്പ് കേട്ടോ. അല്ല, എനിക്കിപ്പോ വരില്ല, പോയിട്ട് വരും. ആണോ? ടീ കിട്ടി. മൂന്ന് സ്റ്റോപ്പേ ഉള്ളൂ. പോയി, സോറി. വിയന്ന നഗരത്തിലെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നൊരു സംഭവമാണ് ഈ ട്രാം എന്ന് പറയുന്നത്. 180 വർഷത്തോളമായിട്ട് ഈ നഗരത്തിൽ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ ട്രാം സിസ്റ്റമാണ് വിയന്നയിലുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ €8 സ്വന്തമാക്കിയിട്ടുള്ള 24 hours പാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രാം, മെട്രോ, ബസ്സിലൂടെ എല്ലാം യാത്ര ചെയ്യാൻ പറ്റും 24 hours. ഈ ട്രാമിലൂടെയുള്ള യാത്ര ശരിക്കും നഗരത്തിനെ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നതിനും സഹായിക്കും. നല്ല അടിപൊളി. അത് തന്നെ. അവിടെ വെഡിങ് ഷൂട്ടൊക്കെ നടത്തുന്നുണ്ട്. ഈ കാണുന്നതാണ് വിയന്നയിലെ ഏറ്റവും വലിയ പാലസ്. ഈ ബൊറോക്ക് എന്ന് പറഞ്ഞ ഒരു ആർക്കിടെക്ചർ ശൈലിയുണ്ട്. BOROQUE. ആ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള പാലസാണിത് ശരിക്കും പറഞ്ഞാൽ. ഇന്നിപ്പോൾ പാലസ് അല്ല, ഇന്നിപ്പോൾ ഒരു മ്യൂസിയമാണ് ശരിക്കും പറഞ്ഞാൽ. ചെറിയ ഇതുപോലുള്ള സ്റ്റാച്യൂസും എല്ലാം കാണാം. അതാണ് അതിൻ്റെ എൻട്രൻസ്, മെയിൻ എൻട്രൻസ്. നമ്മൾ നേരത്തെ കടന്നു വന്ന് ഈ പാലസിൻ്റെ ഫ്രണ്ടിലായി കാണുന്ന ഒരു ഫൗണ്ടെയിനാണിത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടെയിൻ, വാട്ടർ ഫൗണ്ടെയിൻ. അതിൻ്റെ സൈഡിലായിട്ട് കാണുന്ന സ്റ്റാച്യൂസും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ ഈ കാണുന്ന ഫ്ലവേഴ്സ്, ചെറിയൊരു ഗാർഡൻ, ചെറിയൊരു പൂന്തോട്ടം ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ചെറിയൊരു പോണ്ടും, അതിന് നടുക്കായിട്ടൊരു ശില്പം. എന്താണ് അതിൻ്റെ പിന്നിലെ കഥ എന്നൊന്നും കറക്റ്റ് അറിയില്ല, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവം. ഇതാണ് മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ പാലസിൽ നിന്നും ഇറങ്ങാണ്. ഇനി നേരെ അടുത്ത ലൊക്കേഷനിലേക്ക്. ഇതൊരു പാലസിൻ്റെ എൻട്രൻസ് എന്ന് പറയില്ല അല്ലേ? ഈ ഭാഗം കണ്ടാൽ ചെറിയ റോഡാണത്, കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡ്. നമ്മളിനി ഒരു ട്രാമും ഒരു ട്രെയിനും എടുക്കണം. ഇത് നമ്മൾ ട്രാം എത്തിയിട്ടുണ്ട്. ഇത് പുതിയ ട്രാമാണ്, 71-ന്റെ പുതിയ ട്രാമാണ്. നമുക്ക് ഭാഗ്യമുണ്ട് ഇപ്രാവശ്യം, പഴയതും പുതിയതും കയറാനുണ്ട്. ബാക്കിലുണ്ട്, കയറിയല്ലോ. ബാക്കിൽ ആളുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള വ്യൂ നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ള.
77a S-Bahn, Regionalzüge. കമ്പാരിറ്റീവ്ലി പുതിയ ട്രാം. അതെ അതെ, നല്ല പിക്കപ്പ് എടുത്തു പോകുമ്പോൾ സ്പീഡ് പോകുന്നത് നമുക്ക് അതിന്റെ വ്യത്യാസം കാണാനും പറ്റും അല്ലേ? ട്രാം ലൈനുകൾ കാണാൻ പറ്റില്ല. ട്രാം ലൈനും നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ട് സ്റ്റോപ്പ് കൂടെ ഉണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ട്രെയിൻ എടുത്തിട്ട് നമ്മളെ പാർക്കിംഗ് സ്ലോട്ടിലേക്ക് പോകും. വണ്ടി എടുക്കണം, പേയ്മെൻറ്റ് കൊടുക്കണം, തിരിച്ചു പോകണം. ഇതാണ് സിപ്പർ സെറ്റ്. ഇത് വായിക്കുന്നവർക്ക് ഒരു സമ്മാനം ഉണ്ടായിരിക്കും. ഒരൊറ്റ ടേക്കിൽ വായിക്കണം. സിപ്പർ സെറ്റ് അല്ല, അതിൻ്റെ ആവശ്യമില്ല. എഡ്ബർഗ് വരെയുള്ള യാത്രയാണ്. ലാസ്റ്റ് സ്റ്റേഷൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റേഷൻ. ഈ സ്റ്റേഷനിലാണ് നമ്മൾ നേരത്തെ ഫസ്റ്റ് പോയ ആ ചർച്ചുള്ളത്, സെൻറ്റ് സ്റ്റീഫൻ ചർച്ചുള്ളത്. വിയന എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലേ? നമ്മൾ ആക്സിഡന്റലായിട്ട് എത്തിപ്പെട്ട ഒരു സിറ്റിയാണ് വിയന്ന. ഒരു മിനിറ്റ് തീരുമാനമാണ്. പക്ഷെ ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മറ്റേ ആർക്കിടെക്ട് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ആയിട്ടല്ലേ. അവരുടെ റോഡും കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള ഓർഗനൈസ്ഡോ വെൽ പ്ലാൻഡ് സിറ്റി ഒന്നുമല്ല. പിന്നെ എടുത്തു പറയേണ്ടത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കിട്ടുവാണ്. പെർഫെക്റ്റ് ആണ്, എല്ലാമായിട്ട് കണക്ട് ചെയ്ത്. ബസ്, ട്രാം, മെട്രോ, നമ്മളെല്ലാം കയറാനും പറ്റി. നമ്മൾ കുറച്ച് സമയം ഉണ്ടായിരുന്നെങ്കിലും ട്രാം കയറി, അതും പഴയത് പുതിയത് കയറി, ബസ് കയറാൻ പറ്റി, മെട്രോ കയറാനും പറ്റി. അതൊരു നല്ല കാര്യമാണ്. ഈ റോഡൊക്കെ നല്ല ബ്ലോക്കിൽ ഇങ്ങനെ പതുക്കെ പോവാണ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം നേരെ വിടുന്നത് ഹംഗറിയുടെ ക്യാപിറ്റൽ ബുഡാപെസ്റ്റിലേക്കാണ്. നമ്മൾ ഓസ്ട്രിയ വിട പറയുന്നു, ഹംഗറിയിലേക്ക് കടക്കുന്നു. ഇതിപ്പോൾ ഓസ്ട്രിയയിലാണ്, പതുക്കെ ഹംഗറിയിലേക്ക് കടക്കുന്നു. കടന്നു ഹംഗറി. നമ്മളിപ്പം ഹംഗറിയിലേക്ക് കടക്കുന്നതിന് മുന്നേ അവിടുത്തെ കറൻസി മാറാൻ നിർത്തിയതാ. തൊട്ട് മുന്നേ കറൻസി മാറി കിട്ടി. ഹംഗേറിയൻ ഫോറിന്റ് എന്ന് പറഞ്ഞ കറൻസി ഞാൻ കാണിച്ചു. കാരണം യൂറോ അവിടെ എടുക്കില്ല എന്നല്ല, എടുക്കും. പക്ഷെ നമ്മളെ അവർ തേച്ചൊട്ടിക്കും. ഭയങ്കര റേറ്റ് കുറച്ച് തരത്തുള്ളൂ. ഒരു യൂറോ എന്ന് പറഞ്ഞാൽ 318 ഹംഗേറിയൻ ഫോറിന്റ് ആണ് ഇന്നത്തെ വില അനുസരിച്ച്. ഇത് കണ്ട, റിച്ചാണ്, റിച്ച്. 5000 ഒക്കെ ഉണ്ട്. 5000. നമ്മളിത്രയും യൂറോന്റെ ചെറിയ കളികളായിരുന്നു. യൂറോ 1 യൂറോ, 2 യൂറോ, 5 യൂറോ എന്നുള്ള കളിയാണ്. ഇപ്പൊ ഇപ്പൊ 5000, 10000ത്തിന്റെ കളികളാണ്. 5000 യൂറോ, 5000 ഹംഗേറിയൻ ഫോറിന്റ്. പൊളി. കുറച്ചുണ്ട്. ബുഡാപെസ്റ്റ്. ഇനി നേരെ ഹംഗറിയുടെ ക്യാപിറ്റലായ ബുഡാപെസ്റ്റിലേക്ക് പോകുന്നു. കുറെ വിൻമില്ലൊക്കെ കാണാം അവിടെ. ബുഡാപെസ്റ്റിലേക്ക് 170 കിലോമീറ്റർ ഉണ്ട് കാണിക്കുന്നത്. 170 ഏകദേശം 170 തന്നെ പിടിച്ചാൽ 1 മണിക്കൂർ വിട്ടെത്തില്ലേ? 170 പിടിക്കാൻ പറ്റില്ലല്ലോ. ഏകദേശം 2 മണിക്കൂറിനടുത്ത് എടുക്കും. ഇവിടെ കാണിക്കുന്നത് സിറ്റിയിൽ എത്തുമ്പോൾ ചിലപ്പോൾ ബ്ലോക്ക് ആവും. സിറ്റിയിലേക്ക് എത്തുമ്പോൾ ബ്ലോക്ക് ഉണ്ടാവണം എന്നാ പറയുന്നത്. ഉണ്ടാവും, ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബുഡാപെസ്റ്റ് എയർപോർട്ടിലേക്കാണ്. നമ്മൾ അവിടെ നിന്നാണ് വണ്ടി റെൻറ്റിനെടുത്ത്. അപ്പോൾ അത് തിരിച്ചു കൊടുക്കണം. പിന്നെ അവിടെ നിന്ന് ബസ് എടുത്ത് നമ്മൾ ഹോസ്റ്റലിലേക്ക് പോകണം, ഫ്രഷ് ആവണം, നൈറ്റ് ലൈഫ് കാഴ്ചകളിലേക്ക് കിടക്കണം. നമ്മളിപ്പം വണ്ടി റിട്ടേൺ ആക്കി.
റെൻറ്റിനെടുത്ത വണ്ടി ഇത് ഇവിടാണ് റിട്ടേൺ ആക്കിയത്. ഹംഗറിയിൽ ബുഡാപെസ്റ്റ് എന്നാണ് എടുത്തത്. ഒരു പ്രശ്നമില്ല, നല്ലൊരു കമ്പനിയുണ്ട്. ഇവർക്ക് ഇഷ്ടംപോലെ കാറുണ്ട്. ഡെപ്പോസിറ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് കാറ് കിട്ടിയതാണ്. ജസ്റ്റ് പാസ്പോർട്ടിൻ്റെ കോപ്പി മേടിച്ചെന്നല്ലാതെ ഡെപ്പോസിറ്റോ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒന്നും മേടിച്ചിട്ടില്ല. ആൻഡ് റീസണബിൾ പ്രൈസിനാണ് റെൻറ്റ് കിട്ടിയത്. അപ്പം അതൊരു വലിയ ഗുണമായി. ശരിക്കും നമ്മുടെ യാത്ര ബഡ്ജറ്റ് ആയിരുന്നല്ലോ, വലിയ ഗുണമായി. ഏകദേശം 1800 കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്ത് നമ്മളിപ്പം ചെക്ക് ചെയ്തിരുന്നു. എല്ലാം ക്ലിയർ അല്ലേ അല്ലേ? നമ്മളിതപ്പം കാറൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് തിരിച്ചു കൊടുക്കാൻ നിൽക്കുകയാണ്. നമ്മളെ കൂടെ കുറച്ച് ദിവസം ഉണ്ടായ മച്ചാനാണിത്. ഇനിയിപ്പം വീണ്ടും ബാക്ക് ടു നോർമൽ ബസ് ലൈഫ്, ട്രെയിൻ ലൈഫ്. നല്ല സർവീസ് ആയിരുന്നു. പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്ത് പുള്ളി വന്ന് ജസ്റ്റ് ബേസിക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പോയി. അത്രയേ ഉള്ളൂ. എന്ത് സിഗ്നേച്ചറും മേടിച്ച് പോയി, അത്രയേ ഉള്ളൂ. അഡ്വാൻസും കാര്യങ്ങളൊന്നും കൊടുക്കാത്തതിനെ കൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. കാറ് ചെക്ക് ചെയ്ത് കാറെല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തി പോയി. അപ്പോൾ ഇത് ബുഡാപെസ്റ്റിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ടൗൺ സ്റ്റേഷൻ എന്നല്ല പറഞ്ഞത്. നമ്മൾ വീണ്ടും ബുഡാപെസ്റ്റ് എയർപോർട്ടിലെത്തി. പേടിക്കണ്ട, പോകുന്നൊന്നുമില്ല. ഇനിയൊരു നൈറ്റ് ഉണ്ട്. നമ്മളെ കാറ് റെൻറ്റിന് എടുത്തത് ഇവിടെ തൊട്ടടുത്താണ്. അപ്പോൾ അവരിവിടെ തിരിച്ചാക്കി തന്നു ഫ്രീ ആയിട്ടല്ലേ. അവരെ പാർട്ട് ഓഫ് സർവീസാണത്. അപ്പം ഇനി ഇവിടുന്ന് ഒരു ബസ് എടുത്തിട്ട് സിറ്റിയിലേക്ക് പോകണം. എത്ര നേരം ഉണ്ട് അത് ബസ്? അരമണിക്കൂർ അല്ലേ? എക്സ്പ്രസ് ആണ്. എന്ത് റേറ്റ് എന്താ പറഞ്ഞത്? 3 യൂറോ പെർ പേഴ്സൺ അല്ലേ? ഓക്കെ. അപ്പം സിറ്റിയിലേക്ക് നേരെ പോകുന്നു. എന്നിട്ട് നാളെ നമ്മൾ ബുഡാപെസ്റ്റിൻ്റെ കാഴ്ചകളിൽ കിടക്കും. ഇന്ന് നൈറ്റ് ലൈഫ്. നമ്മൾ എയർപോർട്ടിൽ നിന്നുള്ള ബസ്സിലാണ്. ഇനി ഒരു അരമണിക്കൂർ നേരെ ബുഡാപെസ്റ്റ് സിറ്റിയിലെത്തും. അത് കഴിഞ്ഞ് നേരെ ഹോസ്റ്റലിൽ പോകും. ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നൈറ്റ് ലൈഫിന് വേണ്ടിയിട്ട് ഇറങ്ങും. അപ്പോൾ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോസ്റ്റൽ. ഇനി നേരെ ചെക്ക് ഇൻ പരിപാടി കഴിഞ്ഞൊന്ന് ഫ്രഷായിട്ട് നൈറ്റ് ലൈഫ് കാഴ്ചകളിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. നമ്മുടെ ഹോസ്റ്റൽ ചെക്ക് ഇൻ പരിപാടികൾ കഴിഞ്ഞു. ഒന്ന് ഫ്രഷായി നമ്മൾ നേരെ പോയത് ബുഡാപെസ്റ്റ് നഗരത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു റെട്രോ ബാറിലേക്കായിരുന്നു. ഒരു ഡിഫറെൻറ്റ് വിൻറ്റേജ് തീമിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ബാറ് ഭയങ്കര ബിസി ആയിരുന്നു. ഒരുപാട് ലോക്കൽസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഒന്നാമത് ഡ്രിങ്ക്സ് എല്ലാം ചീപ്പായിരുന്നു, ഫ്രീ എൻട്രിയും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ കാണാൻ പറ്റും. ഒരുപാട് ആളുകൾ അതിൻ്റെ അകത്ത്. പബ്ബിലെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ തെരുവിലേക്ക് ഇറങ്ങി. തെരുവ് നല്ല ലൈറ്റിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം തെരുവിലും കറങ്ങി. ഇങ്ങനെ രാത്രി ഹോസ്റ്റലിൽ തിരിച്ചു കയറി. അപ്പം നാളത്തെ ബുഡാപെസ്റ്റ് വിശേഷങ്ങൾ അടുത്ത വ്ലോഗിൽ കാണാം.